എനിക്കിവിടെ പാടാൻ എനിക്ക് എന്തെങ്കിലും പാടണ്ടേ, അപ്പം അതുകൊണ്ട് വെച്ച് കയറ്റി വിട്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ മാത്രമായിട്ട്. പഠിക്കും എനിക്കൊന്നുമില്ല. അവിടെ കുറിച്ചു സഗമദനി സഗമദനി സനിദ മഗ സനിദ സനിദ നീദമ നീദമ മഗ 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 ഗമഗ ഗമഗസ ഗമഗസ ഗമത സഗമദ ഗമദനി ഗമദനി മദനിസ മദനിസ സാനിധ സാനിധ നീദമ നീദമ ധമഗ ധമഗ മഗസ മഗസ സഗമദനി സഗമദനി സാനിധ മഗസ സാനിധ മഗസ. ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണം ഇങ്ങനെയാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ സ ഗ മ ദ നി സ സ നി ദ മ ഗ സ ഒരേപോലെ എങ്ങനെ കയറ്റവും ഇറക്കവും ആരോഹണവും അവരോഹണവും ഒരേ സ്വരങ്ങൾ. 2 സ്വരങ്ങൾ ഇല്ല. 2 സ്വരങ്ങൾ വർജ്യമാണ്, ഇല്ല. ഏതൊക്കെ സ്വരം? രീ ആ പ രീയും പായ്. ഋഷഭവും പഞ്ചമവും ഈ രാഗത്തിന് ഇല്ല. ഈ രാഗത്തിന്റെ പേര് ഹിന്ദോളം. എന്താ? ഹിന്ദോളം. ഈ രാഗത്തിന്റെ പേര് ഹിന്ദോളം എന്നാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ധാരാളം കേട്ടുകേൾവിയുള്ള രാഗം, ജനപ്രിയമായ രാഗം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഈണമാണ് ഈ രാഗത്തിൻ്റെ ഭാരതീയ സംഗീതത്തില്, ഉത്തരേന്ത്യൻ സംഗീതത്തില്, ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്ന ഭാരതീയ സംഗീതം, 2 സംഗീത സമ്പ്രദായങ്ങളാണ് പ്രബലമായിട്ട് നമുക്ക് ഉള്ളത്. ഒന്ന് കർണാടക സംഗീതവും നമ്മൾ പഠിക്കുന്നതും, ഉത്തരേന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം ആവിർഭവിച്ചിട്ടൊരു 8 നൂറ്റാണ്ടൊക്കെ ആയിരുന്നു. അതിനും മുമ്പ് നമ്മുടെ സംഗീതത്തിൻ്റെ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവരുടെ ആലാപന രീതിയിലൊരു അല്പ വ്യത്യാസമുണ്ട്. എന്നാൽ കുറേയേറെ രാഗങ്ങൾ നമുക്ക് 2 കൂട്ടർക്കും കോമണാണ്. പക്ഷേ പേരുകൾ ചിലതിനൊക്കെ വ്യത്യസ്തമായി. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദോളം എന്ന രാഗത്തിന് അവർ പറയുന്ന പേര് മാൽക്കോൺസ്. എന്താണ്? മാൽക്കോൺസ്. ഏകദേശം ഒരു 2000 വർഷം
മുമ്പ് അല്ലെങ്കിൽ 2000 വർഷം പഴക്കമുള്ള ഈ രാഗത്തിന് പ്രാചീന കാലത്ത് നമ്മുടെ തനതായ കേരളീയ പാരമ്പര്യത്തിലുള്ള സംഗീതം എന്താണ്? സോപാന സംഗീതം എന്ന് പറയുക. സോപാന സംഗീതത്തിൽ ഈ രാഗത്തിന് ഇന്തളം എന്നാ പറയുക. എന്താ? ഇന്തളം എന്നാ പറയുക. ഇന്തളം. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഇതുണ്ട്. ഈ രാഗം വളരെ മനോഹരമാണ് കേൾക്കാൻ. അപ്പൊ ഈ രാഗത്തിൽ ഒരു ചെറിയ കൃതി നമുക്ക് പഠിക്കാം. എണ്ണം എല്ലാവരും ഒന്നും ആയിട്ടുണ്ടെന്ന് തോന്നില്ല. എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു കൃതി നമുക്ക് തുടങ്ങി നോക്കാം. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചിട്ടുള്ള മുത്തുസ്വാമി ദീക്ഷിതർ കേട്ടിട്ടുണ്ടോ? സംഗീത ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ത്യാഗരാജ സ്വാമികൾ, സ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി. 3 പേര് 18ാം നൂറ്റാണ്ടില് ഒരേ കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ ജനിച്ചവർ. ഒരു നാട്ടിൽ തന്നെയാണ് ഇവർ 3 പേരും ജനനം കൊള്ളുന്നത്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അവരില് മൂത്ത ആള് അല്ലെങ്കിൽ ആദ്യം ജനിച്ച ആള് ശ്യാമശാസ്ത്രിയാണ്. പിന്നീട് ത്യാഗരാജ സ്വാമികൾ ജന്മം കൊണ്ട്, പിന്നീട് മുത്തുസ്വാമി ജന്മം കൊണ്ട്. ഇവർ 3 പേരും ഒരു ദേശം തിരുവാരൂർ എന്ന് പറയുന്ന ദേശത്താണ് ഇവർ ജന്മം കൊണ്ടത്. പിൽക്കാലത്ത് അവർ 3 പേരും 3 ഇടത്തായിട്ടാണ് ജീവിച്ചിരുന്നത്, താമസിച്ചത്. അപ്പോൾ അവർ 3 പേരും സംഗീതത്തിനായിക്കൊണ്ട് ജന്മം കൊണ്ട് അവർ അതിശയമാണ്. 3 പേരും ഒരേ കാലഘട്ടത്തിൽ ഒരിടത്ത് ജനിക്കുക ഒരു അത്ഭുതകരമായ കാര്യമാണ്. അവരുടെ ആ ജന്മകാലഘട്ടത്തിൽ ത്യാഗരാജ സ്വാമികളൊക്കെ ജീവിച്ച അവസാന കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാജാക്കന്മാരിലെ സംഗീതജ്ഞരിലെ മഹാരാജാവുമായിട്ട് ജനിച്ച മഹാരാജ സ്വാതി തിരുനാൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നത് എന്നിവിടെ ഓർക്കണം. അതും നമ്മൾ ഒരു പോയിന്റ്. അപ്പം സംഗീതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം, ഒരു ഗോൾഡൻ ഏജാണ് ഈ ഇവരുടെ ജന്മം എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്കിനി കൃതി ഒന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് രാഗത്തിനെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരോഹണം ഒന്നുകൂടെ. ചെറിയ ഗാന്ധാരമാണ്. ഈ ഗാന്ധാരത്തിൻ്റെ സാധാരണ ഗാന്ധാരം എന്നാണ് പറയുക. സപ്തസ്വരങ്ങൾക്ക് ഈ 2 സ്വരങ്ങൾക്ക് ഒരു സന്ദർഭത്തിൽ പോലും ഭേദം ഇല്ല. പഞ്ചമമുള്ള രാഗങ്ങൾക്ക് ഒരു പഞ്ചമമേ ഉള്ളൂ, ഷഡ്ജവും ഒന്നേ ഉള്ളൂ. ഈ 2 സ്വരങ്ങൾക്ക് സ്വരഭേദമില്ലാത്തതുകൊണ്ട് ഈ 2 സ്വരങ്ങളെ പ്രകൃതി സ്വരങ്ങൾ എന്നാണ് പറയുക. നേച്ചർ സ്വരാസ്, പ്രകൃതി സ്വരങ്ങൾ എന്നാണ് പറയുക. ഇവയ്ക്ക് ഭേദമില്ല, ഒരു ഭേദവുമില്ല. ബട്ട് രി, ഗ, മ, ധ, നി ഈ 5 സ്വരങ്ങൾക്ക് സ്വരഭേദങ്ങൾ ഉണ്ട്, സ്വരവ്യത്യാസമുണ്ട്. ഒന്നിച്ചിരി കുറഞ്ഞതാണെങ്കിൽ ഒന്ന് കൂടിയ പുരുഷൻ. സാ, രി, സാ, രി. മനസ്സിലായി? സാ. അപ്പോൾ അത് ഒരു ചെറിയ ഋഷഭം, ഒന്ന് കൂടിയ ഋഷഭം. സാ, ഗ,
അത് ആണ് ഹിന്ദോളത്തിൻ്റെ ഗാന്ധാരം. സ ഗ അത് ചെറിയ മധ്യമം, കൂടിയ മധ്യമം. ഇത് കുറഞ്ഞ മധ്യമം. സ ഗ മ അതിന് ശുദ്ധമധ്യമം എന്നാണ് പറയാ. ശുദ്ധമധ്യമം അല്ലെങ്കിൽ മനസ്സിലായോ? ശുദ്ധമധ്യമം എന്നാണ് പറയാ. ചെറിയ ദൈവതം, കോമള ദൈവതം, ശുദ്ധ ദൈവതം എന്നാണ് അതിന് പറയാ. ചെറിയ നിഷാദം, കൈശിക നിഷാദം എന്നാണ് അതിന് പറയാം. ഞാൻ ഇനിയും പറയാം. ഒരിക്കലും തലയിൽ ഇത് പെട്ടെന്ന് അങ്ങനെ തലയിൽ നിൽക്കുമൊന്നുമില്ല. ഇവയ്ക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഗാന്ധാരവും മധ്യമവും ദൈവതവും നിഷാദവും. അപ്പൊ സ്വരഭേദങ്ങള് ഈ ഋഷഭത്തിനും ഗാന്ധാരത്തിനും മധ്യമത്തിനും ദൈവതത്തിനും നിഷാദത്തിനും സ്വരഭേദങ്ങളുണ്ട്. അങ്ങനെ സ്വരഭേദങ്ങളുണ്ട്. ഈ 5 സ്വരങ്ങളെ വികൃതി സ്വരങ്ങൾ എന്നാണ് പറയുക. മറ്റേത് പ്രകൃതി സ്വരങ്ങൾ. സാപ്പ പ്രകൃതി സ്വരങ്ങൾ, ഇവ വികൃതി സ്വരങ്ങൾ. അപ്പം വ്യത്യാസമുണ്ട്. അതിലൊരു ഓരോ സ്വരത്തിൻ്റെയും ഏതോ ഒരു ഭേദത്തെ ഇതിനകത്ത് കാണിക്കും. सरस्वती विधि युवती सरस्वती विधि युवती सरस्वती विधि युवती सरस्वती विधि युवती മനസ്സിലായല്ലോ? പഠിക്കേ. सरस्वती विधि युवती. ദീർഘം കൊടുത്ത് 2 താളവട്ടം, കാർവ കൊടുത്ത്, കാർവ എന്ന് പറഞ്ഞാൽ ദീർഘം. അപ്പൊ നാദം അങ്ങനെ നിൽക്കണം. നാദത്തിന് കണ്ടിന്യൂറ്റി വരുമ്പോഴാണ് ആ ശ്രുതി അങ്ങനെ നിലയ്ക്കാതെ വരുന്നത്. നാദത്തിന്റെ കണ്ടിന്യൂറ്റിക്കാണ് ശ്രുതി എന്ന് പറയുക. അപ്പൊ ആ മേൽ ശബ്ദത്തിൽ എത്തുമ്പം സാന്ന് 2 താളവട്ടം ദീർഘം കൊടുത്ത് നിർത്തിക്കും. सरस्वती विधि युवती. അങ്ങനെ പാടുമ്പോൾ നിങ്ങൾ പറഞ്ഞ് വലിച്ചു കയറണ്ട. സോഫ്റ്റായിട്ട് ഈ ശ്രുതി വെച്ചിരിക്കുന്നതിന് ലയം അങ്ങനെ ഒറ്റ ശ്രുതിയായിട്ട് കേൾക്കണം. सरस्वती विधि युवती. അത്രയും മതിയാവും എഫേർട്ട്.
സരസ്വതി യുവതി ബ്രീത്ത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്തിക്കേ ഒന്നുകൂടെ. സരസ്വതി യുവതി സരസ്വതി യുവതി സരസ്വതി സരസ്വതി യുവതി സമസനിധനി 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 സംരക്ഷതു 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 സമസനിധനി സമസനിധനി സംരക്ഷതു സംരക്ഷതു സമസനിധനി ധമഗസ സമസനിധനി ധമഗസ ഷഡ്ജത്തിൽ പറഞ്ഞേ. സമസനിധനി ധമഗസ പാടേ. സമസനിധനി ധമഗസ പദനി ധമപദനി സംരക്ഷതു സംരക്ഷതു ഗമദനി ഗമദനി സംരക്ഷതു സരസ്വതി. ഓക്കെ, അങ്ങനെ ചേർത്ത് രണ്ടുപേരെയും കൂടെ ചേർത്ത് പാടിക്കും. സരസ്വതി യുവതി സംരക്ഷതു സരസ്വതി യുവതി സംരക്ഷതു സരസ്വതി യുവതി സംരക്ഷതു സരസ്വതി യുവതി സംരക്ഷതു ധനിധമഗസ ധനിധമഗസ സരസ്വതി ശ്രീ സരസ്വതി യുവതി സംരക്ഷതു ശ്രീ സരസ്വതി യുവതി സംരക്ഷതു ശ്രീ സരസ്വതി യുവതി സംരക്ഷതു സരസ്വതി. താളാങ്കം കൃത്യമായിട്ടിട്ട് കാണിച്ച് തന്നെ പാടിക്ക്. ഇപ്പൊ ശീലിച്ചെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ. സരസ്വതി യുവതി സംരക്ഷതു സരസ്വതി യുവതി സംരക്ഷതു നിങ്ങൾ കേട്ട സംഗതികൾ പ്ലാൻസ്, ആ സംഗതികൾ വ്യത്യാസപ്പെട്ടു വരും. ഈ രാഗത്തിന്റെ വ്യത്യസ്തമായ
ഭാവങ്ങൾക്കനുസരിച്ച് പ്ലാൻസ് സംഗതികൾ വരും. ഇത് വളരെ കുറഞ്ഞ സംഗതികളുള്ള കൃതിയാണ്. സോ എളുപ്പം നിങ്ങൾക്ക് ആ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി ചെറിയ കൃതി പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പം വലിയ വലിയ കൃതികൾ വരുമ്പോൾ അതിൽ ഒത്തിരി സംഗതികളുണ്ടാവും. പല്ലവി പാടി തീരുമ്പോൾ തന്നെ ടൈം എടുക്കും. സോ ഇതിൻ്റെ സെക്കൻഡ് പ്ലാൻ സഗസ 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 സഗസ. ആ ഗാന്ധാരത്തിലോട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ ചാടി തൊട്ടാൽ മതി. സഗസ 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 സഗസ. കൈ വെക്കണ്ട, അത് തൊട്ടാ മതി. സഗസ കണ്ടോ, സഗസ അല്ല സഗസ, അത് കറക്റ്റാ, ബട്ട് അങ്ങനല്ല. സഗസ സഗസ സഗസ. സഗസ. വീണ വീട്ടുമ്പോ എങ്ങനെ അതേപോലെ സഗസ സഗസ. വീണ വീട്ടുമ്പോ ആ മേൽ ഷഡ്ജത്തിൽ ഇട്ട് വെച്ചിട്ട് ട്യൂൺ 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 ആ ഷഡ്ജത്തിൽ വീട്ടു വരുള്ളൂ. ഗാന്ധാരം വരെ പോയി തൊട്ടിട്ട് അങ്ങനെ പാടാം. സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ ഗ മധ നിധ മധ നിസ സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ സഗസ നിധ നിധം മാ. വളരെ സോഫ്റ്റായിട്ട് അയഞ്ഞ് പാടിയാൽ മതി. സഗസ നിധ നിധം എന്ന് പാടണ്ട. സഗസ നിധ നിധം സഗസ നിധ നിധം മാ. സരസ്വതി സരസ്വതി വിധിയുവതി വിധിയുവതി സമഗസ നിധ നിധ. സമഗസ നിധ നിധ. ആദ്യം പാടിയതിന് വ്യത്യാസമുണ്ട്. സമഗസ നിധ നിധ സമഗസ നിധ നിധ. സംരക്ഷതു 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 സംരക്ഷതു. ഗമധനി സനിധമ ഗമധനി ഗമധനി സനിധമ ഗമധനി. ഒന്നുകൂടെ ഗമധനി സനിധമ ഗമധനി. ഒന്നുകൂടെ ഗമധനി സനിധമ ഗമധനി. മഹാം ശ്രീ 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 മഹാം ശ്രീ. അത്രയും നാലും നാലും എട്ട് നാലും 12 സ്വരം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് അത് ആദ്യത്തെ തന്നെ ഉണ്ടായിരുന്നതാ. ശ്രീ 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 സരസ്വതി വിധിയുവതി സരസ്വതി വിധിയുവതി സംരക്ഷതു സംരക്ഷതു. ശ്രീ ശ്രീ സരസ്വതി വിധിയുവതി സംരക്ഷതു ശ്രീ സരസ്വതി വിധിയുവതി സംരക്ഷതു. സരസ്വതി വിധിയുവതി സംരക്ഷതു. സംരക്ഷതു.
വിധിയുവതി. ഇത്രേ ഉള്ളൂ പല്ലവി. ദാറ്റുള്ളി. അപ്പം ഈ പ്ലാൻസ് പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ എങ്ങനെ പാടുന്നു അതിൽ നിന്ന് ഒരു ഡിഫറൻസ് വരുത്താതെ പ്ലാൻസ് പെർഫെക്റ്റ്. അതിനാണ് ഞാൻ നൊട്ടേഷൻ പറഞ്ഞു തരുന്നത്, സ്വരം പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയാണ്. കറക്റ്റായിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. ഈ പ്ലാൻസ് കൃത്യമാക്കി വെച്ചാൽ കീർത്തനം നന്നായിട്ട് പാടാം. കൃതി നന്നായിട്ട് പാടണമെങ്കിൽ പ്ലാൻസ് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. ഓരോ പ്ലാൻസും യു മസ്റ്റ് സിംഗ് 2 times. മസ്റ്റാണ് കേട്ടോ. 2 times കൃത്യമായിട്ട് പാടിയിരിക്കണം. പ്ലാൻസ് പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് പാടിക്കും, എനിക്ക് ബോധ്യമായിട്ട് അടുത്തതിലേക്ക് പോകും. സോ ആദ്യം ഞാൻ വളരെ സാവകാശമാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല പ്ലാൻസ് പെർഫെക്റ്റ് ആക്കി വെക്കുക, ഭംഗിയായിട്ട് കേൾക്കണം. അപ്പം നമുക്കിന്ന് ഒന്നുകൂടെ ഈ പല്ലവി കഴിഞ്ഞു. പല്ലവി എത്ര ഈ സരസ്വതി ധ്യാനമാണ്. ഈ പല്ലവി നമുക്കൊന്നുകൂടെ പാടാം. ഞാൻ പാടി കേട്ടു പാടി താളിക്കൊണ്ടിരിക്കുക. സരസ്വതി അങ്ങനെ 2 താളവട്ടം ദീർഘം പിടിച്ച ഒന്നാമത്തെ സംഗതി അങ്ങനെ നിർത്തുക. സരസ്വതി വിധിയുവതി. സരസ്വതി വിധിയുവതി. സരസ്വതി വിധിയുവതി. സരസ്വതി വിധിയുവതി. സംരക്ഷതു 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 സമരസനിരണിത സമരസനിരണിത സംരക്ഷതു സംരക്ഷതു ക്ഷതു ക്ഷതു സംരക്ഷതു സംരക്ഷതു സരസ്വതി വിധിയുവതി. സരസ്വതി വിധിയുവതി. സംരക്ഷതു സംരക്ഷതു സരസ്വതി വിധിയുവതി. നമ്മൾ അങ്ങനെ കൃതിയിലേക്ക് വരിക. ഇതിൻ്റെ കൃതിയുടെ സവിശേഷ